ഡോക്ടർ, ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിന് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാം. അതിൽ പ്രധാനമായും പുകയില. ഇത് 30% ക്യാൻസർ പുകയിലജന്യമാണ്. അപ്പോൾ 20 ക്യാൻസറുകളാണ് ഈ പുകയിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പുകയില ഏത് തരത്തിൽ ഉപയോഗിച്ചാലും അത് ഹാനികരമാണ്. ദർ ഇസ് നോ സേഫ് ടുബാക്കോ. അപ്പോൾ ചിലർ വിചാരിക്കും ഫിൽറ്ററുള്ള സിഗരറ്റ് വലിച്ചാൽ കുഴപ്പമില്ല. തെറ്റാണ്. ഇത് പുകയില ഏത് തരത്തിൽ ഉപയോഗിച്ച് പുകയില ചവയ്ക്കുകയോ പുക വലിക്കുകയോ ചെയ്യുന്നത് ഹാനികരമാണ്. അതുകൂടാതെ പുക വലിക്കുന്നവരുടെ അടുത്ത് നിന്നാൽ പോലും പാസീവ് സ്മോക്കിംഗ്, ഒരു വീടിൻ്റെ ഉള്ളിലിരുന്ന് പുക വലിക്കുമ്പോൾ കുട്ടികൾക്ക് ഹാനികരമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രധാന കാര്യം നമ്മളുടെ ഭക്ഷണം. ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ മട്ടൺ, ബീഫ്, പോർക്ക്, ഇതാണ് റെഡ് മീറ്റിൽ വരുന്നത്. അതും അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ അനിമൽ ഫാറ്റ് അത് നമുക്ക് ഹാനികരമാണ്. അതുപോലെ നമ്മൾ ഈ വളരെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ കരിയും. ഈ ഇത് ചുട്ടെടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ കരിയുമ്പോൾ അതും നമുക്ക് നല്ലതല്ല. അത്തരം ഇത് വർജിക്കണം. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, പ്രോസസ്ഡ് മീറ്റ് തരുമ്പോൾ ഈ ബേക്കൺ, അതുപോലെ സോസേജ്, അങ്ങനത്തെ ടിന്നിൽ അടച്ചു വരുന്നത്, അതുപോലെ ഉണക്ക മത്സ്യം, അത് ധാരാളം കഴിക്കുന്നത് നല്ലതല്ല. അതെല്ലാം മിതമായ രീതിയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരേ എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് ടാർ പോലെ വളരെ കരിഞ്ഞ് ഇതായിട്ടിരിക്കുന്നത് കാർസിനോജനിക്കാണ്. അത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒഴിവാക്കണം. അതുപോലെ പൂപ്പലുള്ള ഭക്ഷണം വർജിക്കേണ്ടതാണ്. നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം നമ്മളുടെ നാട്ടിൽ കാണുന്ന മഞ്ഞൾ, അതുപോലെ മഞ്ഞളുള്ള യെല്ലോ പിഗ്മെൻറ്റ് നല്ലതാണ്. ഗാർലിക്, ഒനിയൻ, പിന്നെ കുരുമുളക്, പെപ്പർ, ഇതെല്ലാം വളരെ നല്ലതാണ്. അത് ഇലക്കറികൾ നല്ലതാണ്. പഴവർഗ്ഗങ്ങളാണ് മിനിമം ഒരു 450 ഗ്രാമെങ്കിലും പഴം നമ്മൾ ദിവസം കഴിക്കേണ്ടതാണ്. അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ കാലറി ഉള്ള ഫുഡ്, പ്രത്യേകിച്ച് ഈ സോഫ്റ്റ് ആൻഡ് ഇത് കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഹൈ കാലറി ഉള്ളത് അത് കഴിയുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ജങ്ക് ഫുഡ് അതിലെല്ലാം ഹൈ കാലറിയാണ്, അതിൽ ഫൈബർ ഒട്ടുമില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണത്തിൽ. പിന്നെ നമ്മൾ ഒരു വ്യായാമം, അതിന് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിതമായ രീതിയിൽ വ്യായാമം ചെയ്യണം. ഇപ്പോൾ പുരുഷന്മാരിലൊക്കെ പ്രായമായവരിലാണെങ്കിൽ മിനിമം ഒരു 30 to 45 മിനിറ്റ്സ്, ഒന്നുമില്ലെങ്കിൽ വെറുതെ നല്ല ബ്രിസ്ക് വാക്കിംഗ്. കുട്ടികളാണെങ്കിൽ മിനിമം ഒരു 45 to 1 hour എങ്കിലും ഒരു എക്സസൈസ് വേണം. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ എക്സസൈസ് കുറഞ്ഞു വരികയാണ്. ചിലവരാണെങ്കിൽ ഓവറായിട്ട് ചെയ്യുന്നുണ്ട്. അധികമായാൽ അമൃതം വിഷം എന്നുള്ളത് പറയുന്ന പോലെ എനിത്തിങ് ഇൻ എക്സസൈസ് ഇസ് നോട്ട് ഗുഡ്. അതുകൊണ്ട് കഴിയുന്നത് മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഭക്ഷണവും മിതമായ വ്യായാമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസർ പ്രിവെൻഷന്. അതുപോലെ തന്നെ അമിതമായ മദ്യപാനം കൊണ്ട് 4% ക്യാൻസേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മദ്യവും പുകയിലും കൂടി ചേർന്ന് ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് വളരെ വളരെ മൾട്ടിപ്ലിക്കേറ്റീവാണ്.